ഇതിൻ്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹോദരങ്ങളെ, ഷിർക്കിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ, സമസ്തയുടെ ആളുകൾ, അവർക്ക് ഏണി വെച്ചു കൊടുക്കുന്ന കേരള നദ്വത്തുൽ മുജാഹിദീനിൻ്റെ നിലവിലുള്ള പിഴച്ച ആദർശത്തെ തുറന്നു കാണിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള സമയം ചെലവഴിച്ചത്. ഇത് സംബന്ധമായിട്ട് നമുക്ക് മറുപടി പറഞ്ഞ ബഹുമാന്യനായ സുഹൃത്ത് അനസ് മുസ്ലിയാർ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ ഈ ശബ്ദം കേട്ട വ്യക്തി ഇരുട്ടത്തിൽ നിന്ന് വിചാരിക്കുകയാണ്, ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസം വന്ന ഉടൻ തന്നെ ഇയാൾ എന്താ ചെയ്യണമെന്നറിയോ? സഹായം തേടുകയാണ്. ആരോട്? ജിന്നിനോട്. എന്താ സഹായം തേടുന്നത്? ജിന്നെ, എനിക്ക് വെളിച്ചം തരാമോ, എന്നെ സഹായിക്കാമോ? കേട്ടില്ലോ? എന്നെ സഹായിക്കണേ, അല്ലെങ്കിൽ എനിക്ക് വെളിച്ചം തരണേ എന്ന് ജിന്നിനോട് സഹായം തേടിയാൽ അതിൽ അഭൗതികതയില്ല, കാര്യകാരണബന്ധങ്ങൾക്കപ്പുറത്തുള്ള സഹായതേട്ടമില്ല. അതുകൊണ്ട് ആ സഹായതേട്ടം ശിർക്കല്ല. ഇത് പറയാനാണ്, ഈ വാദം ശരിയാണെന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജില്ലാ സമ്മേളനം നടത്തിയത്. കണ്ടോ, നമ്മൾ എന്തിനാ ജില്ലാ സമ്മേളനം നടത്തിയത്? നമ്മൾ ജില്ലാ സമ്മേളനം നടത്തിയത് ജിന്നിനോട് സഹായം ചോദിക്കുന്ന വിഷയത്തിൽ അതിൽ ശിർക്ക് കടന്നു വരുന്നില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ജില്ലാ സമ്മേളനം നടത്തിയത് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഒരുപാട് ആയത്തുകളും മറ്റുമൊക്കെ ഓതി പണ്ട് അനസ് മുസ്ലിയാർ മറുപടി കൊടുത്തിരുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് മടവൂർ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ ഖുർആനിലെ ആയത്തുകൾ ഓതി, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്തുകളൊക്കെ ഇങ്ങനെ ഓതി വരുമ്പോൾ അതിന് മറുപടി കൊടുത്ത കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇന്ന് അതേ അനസ് മുസ്ലിയാർ സംസാരിക്കുകയാണ്. അനസ് മുസ്ലിയാർ സംസാരിക്കുമ്പോൾ എന്താ അവിടെ സമർത്ഥിക്കുന്നത്? നമ്മൾ ഈ വിഷയം അദ്ദേഹം പറഞ്ഞ കാര്യം ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കണം. നമുക്കതിനെ 3 ഭാഗങ്ങളായിട്ടൊന്ന് തിരിച്ചു നോക്കുക. 3 ഭാഗങ്ങളായിട്ട്. ഒന്നാമത്തത് എന്താ? ഒരാൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. വിജനപ്രദേശത്തോ അല്ലെങ്കിൽ കൂരിരുട്ടിലോ എവിടെയാകട്ടെ ഒരു ശബ്ദം കേൾക്കുകയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ശബ്ദം കേൾക്കുകയാണ് ഒരാൾ. അതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തതോ, ആ ശബ്ദത്തിൻ്റെ ഉടമ ആരാണ് എന്നുള്ളത് ചിന്തിക്കുകയാണ്. ആ ശബ്ദത്തിൻ്റെ ഉടമ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം സങ്കല്പിച്ച്, അത് ഒരു സൃഷ്ടിയാണ്, അത് ഒന്നെങ്കിൽ എന്താകാം, ജിന്നാകാം, അല്ലെങ്കിൽ മലക്കാകാം. ആ സൃഷ്ടിയോട് എനിക്ക് വെളിച്ചം നൽകണേ എന്ന സഹായം ചോദിക്കലാണ് മൂന്നാമത്തേത്. 3 കാര്യമാണ് അവിടെ നടക്കുന്നത്. 1, ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. 2, ആ ശബ്ദത്തിൻ്റെ ഉടമ ആരാണ് എന്നുള്ള വിഷയം അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, സങ്കല്പിക്കുന്നുണ്ട്. 3ാമത്തെ കാര്യം, ആ ശബ്ദത്തിൻ്റെ ഉടമയോടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ, അത് ജിന്നാണ് എന്ന് കരുതി, അത് മലക്കാണ് എന്ന് കരുതി അത് ചോദിച്ചാൽ അതിൽ ശിർക്ക് വരുന്നില്ല, അഭൗതികത വരുന്നില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ചോദ്യം വരുന്നില്ല എന്നുള്ള വിഷയം അത് സമർത്ഥിക്കാൻ തന്നെയാണ് മുജാഹിദുകൾ ഇവിടെ ആ 2ാമത്തെ സെഷനിൽ സമയം ചെലവഴിച്ചത്. എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന കാര്യം വരുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖ വേണം. അതായത് ശബ്ദത്തിൻ്റെ ഉടമ, അത് ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദത്തിൻ്റെ ഉടമ അത് ആരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, അള്ളാഹു ആണ് എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? ആ രൂപത്തിലൊക്കെ സംസാരിക്കുന്ന ചില ആളുകൾ ഇന്ന് കേരള നദ്വത്തുൽ മുജാഹിദീനിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളിലേക്ക് കയറി വരുന്നു എന്നുള്ളത് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു സൃഷ്ടിക്ക്, ഒരു പടപ്പിന് കേൾക്കാൻ, അവൻ്റെ കാതുകളിലൂടെ കേൾക്കാൻ കഴിയുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു എന്നാണോ ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹു ആണ് എന്നാണോ നമ്മൾ കരുതേണ്ടത്? അങ്ങനെ കരുതണം എന്നുള്ള സ്ഥാനത്തേക്കാണ് ഇവർ ഇന്ന് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. സഹോദരങ്ങളെ, ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദം നമ്മൾ കേൾക്കാൻ കഴിയുന്ന പരിധിയിലാണ്. ആ പരിധിയിലുള്ള ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമ അത് ജിന്നാണ് എന്ന് സങ്കല്പിച്ച്, അത് മലക്കാണ് എന്ന് സങ്കല്പിച്ച് അവരോട് ചോദിച്ചാൽ അതിൽ പ്രാർത്ഥന വരുന്നില്ല, അഭൗതികമായിട്ടുള്ള തേട്ടം വരുന്നില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഒന്നും അതിൽ വരുന്നില്ല എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ്, തൗഹീദ് പഠിപ്പിക്കാൻ തന്നെയാണ് ഈ 2ാമത്തെ സെഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഈ വിഷയം അവിടെ മനോഹരമായി കൊണ്ട് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതായത് സഹോദരങ്ങളെ, അനസ് മുസ്ലിയാർ ഇവിടെ പറഞ്ഞതുപോലെ ഈ ഇസ്ലാഹ് ലേഖനം വായിക്കുന്നുണ്ടല്ലോ അദ്ദേഹം,
ഇസ്ലാഹ് ലേഖനം വായിക്കുമ്പോൾ ഈ വിഷയം യഥാർത്ഥത്തിൽ ഇസ്ലാഹ് മാസികയിൽ വന്നതാണല്ലോ അദ്ദേഹം വായിച്ചിട്ട് ശിർക്കാരോപിക്കുന്നത്. ഇസ്ലാഹ് മാസികയിൽ തന്നെ അതിനുള്ള വിശദീകരണം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാഹ് മാസികയിൽ ജനുവരി 2008 പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസികയിൽ പത്രാധിപരുടെ മറുപടിയായിട്ട് നമുക്കവിടെ കാണാം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല. വിജനപ്രദേശത്ത് നിന്ന് തൻ്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണ് എന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക എന്നാണ് ഇസ്ലാഹ് മാസികയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നു വന്ന വിശദീകരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ജീവിതത്തിൽ ഒരിക്കൽ പോലും, ഒരു നിമിഷത്തിൽ പോലും ജിന്നെ സഹായിക്കണേ എന്നുള്ള രൂപത്തിൽ ഒരു ചിന്ത പോലും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരില്ല എന്ന് പലതവണ ആണയിട്ട് പറഞ്ഞിട്ടും ആ കാര്യം പരിഗണിക്കാതെ നമ്മളെ ജിന്നിനോട് സഹായം ചോദിക്കുന്ന ആളുകളായിക്കൊണ്ട് ചിത്രീകരിക്കാൻ വേണ്ടി, ജിന്നിനോട് സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളുകളായിട്ട് ചാപ്പ കുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിയാക്കന്മാരൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട്. യാ ഇബാദല്ലാ എന്ന് പറയുന്ന ആ ഒരു ഹദീസ് അതിനെ വിശദീകരിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടുള്ള ഒരു തത്വമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹ് മാസികയിൽ വന്നിട്ടുള്ളത്. തുറക്കൽ ജബ്ബാർ മൗലവി റഹിമഹുല്ല അദ്ദേഹം ഇസ്ലാഹ് മാസികയിൽ എഴുതിയിട്ടുള്ളത് അതാണ്. അതേ കാര്യം തന്നെയല്ലേ ഉമർ മൗലവി 1971 സൽസബീലിൽ ഇവിടെ നമ്മൾ സമ്മേളനത്തിൽ ഉദ്ധരിച്ചില്ലേ? ഉമർ മൗലവി എഴുതിയ കാര്യം എന്തേ ഈ ഒരു മറുപടി പറയുന്ന വിഷയത്തിൽ അവർ തൊടാൻ വേണ്ടി അതിന് സമയം ചെലവഴിച്ചില്ല. നമ്മൾ ശരിക്കും ഗൗരവത്തിൽ ആലോചിക്കണം. ഉമർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാരിലേക്ക് ചേർത്തുകൊണ്ട് അവർക്ക് തൗഹീദ് തിരിഞ്ഞിട്ടില്ല എന്ന് പറയാൻ എന്തേ അനസ് മൗലവിയെ പോലെയുള്ള ആളുകൾ ധൈര്യം കാണിക്കാത്തത്? ആ വിഷയം നമ്മൾ ആലോചിക്കേണ്ടേ. എന്താണ് ഉമർ മൗലവി പറഞ്ഞത്? ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊഹിയുദ്ദീൻ ഷേഖിനെ വിളിച്ചു തേടാൻ എന്തൊരു തെളിവാണ്, എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് പറഞ്ഞ് യാ ഇബാദല്ലാ എന്ന് പറയുന്ന ഹദീസ് സൽസബീലിൽ അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അള്ളാഹുവിൻ്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം എന്ന എന്തേ ഇസ്ലാഹ് മാസികയിൽ വന്ന ആ ഒരു ഉദ്ധരണി അതിൽ ശിർക്കുണ്ട് എന്ന് ഗവേഷണം നടത്തിയിട്ടുള്ള ഈ മുസ്ലിയാക്കന്മാർക്ക് സൽസബീലിലെ ഈ ഒരു വരികൾ അതിൽ ശിർക്കുണ്ട് എന്ന് പറയാനുള്ള ആർജവം എന്തേ അനസ് മുസ്ലിയാർ കാണിക്കാത്തത്? എന്താണ് കേരള നെതുവത്തിൽ മുജാഹിദീനിൻ്റെ അമരത്തിരിക്കുന്ന ആളുകൾ അത് കാണിക്കാത്തത്? എല്ലാ ആളുകളും പാവപ്പെട്ട ആ തുറക്കൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലയെ അദ്ദേഹത്തിൻ്റെ മേൽ ശിർക്കാരോപിക്കാൻ വേണ്ടിയിട്ട് മാത്രം മുന്നോട്ട്